ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അടുത്ത വീടിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ കൂടുതൽ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആതിര ചേച്ചിയുടെ നിർമ്മൽ ചേട്ടന്റെ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവരെ ഹായ് ഹലോ ഇതാണ് നമ്മുടെ വീട്. ഇത് ഹാള്. സ്ക്വയർ ഫീറ്റ് നമുക്ക് വന്നിട്ട് 1600 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ പണിത് വന്നപ്പോഴത്തേക്ക് റൂമും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ്ട്രാ എടുത്ത റൂമും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് 1930 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. റൂം മൊത്തം നമുക്ക് വരുന്നത് ബെഡ്റൂം ആയിട്ട് വരുന്നത് 4 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു റൂം എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് പറഞ്ഞാൽ അത് സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതിന്റെ പണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം. കാണിച്ചു ഇന്ത്യയിൽ ചെയ്തേക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും തന്നെ ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ ചെയ്തേക്കുന്നത് നമ്മുടെ രാകേഷ് പടുക്കരൽ എന്ന് പറയും. പടിപ്പുരയ്ക്കൽ നിന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ്, നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളിയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡിസൈൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനെയാണ് താല്പര്യം എന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളിയായിട്ടപ്പോൾ ഓരോന്ന് ചെയ്തു തരും. ഇത് നമ്മളെ വരച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയാണോ ഇത് താല്പര്യം, നമ്മുടെ ഐഡിയ ഉണ്ട്, പുള്ളിയുടെ ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്തേക്കുന്നത്. ഇത് പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത് വരുന്നത്. ഇതാണ് ഇപ്പം മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അതെ അതെ, ഞാൻ എനിക്ക് ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ പെയിന്റ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഭിത്തി എനിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം. അത് ഒരു പുട്ടി പെയിന്റിങ് ആണ്, സാധാ പുട്ടിയല്ല, അല്ലാതെ പെയിന്റിന്റെ ഇതായിട്ടുള്ള ഒരു പുട്ടി വരും. അതെ അതെ, ഇത് എന്നിട്ട് അത് ഡിസൈൻ ചെയ്ത് എടുക്കും. ഇത് നമ്മളല്ലാതെ സെപ്പറേറ്റ് മേടിച്ചേക്കും, ചെയ്തതല്ല, സെപ്പറേറ്റ് നമ്മൾ മേടിച്ചേക്കും. ബാക്കി ഓരോത്തിനും ഓരോ ഭിത്തി ഹൈലൈറ്റ് ചെയ്യുന്ന ഓരോ കളർ സെപ്പറേറ്റ്. അപ്പം ഈ റൂമിന് ഇപ്പൊ ഇതും മെയിൻ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇത് തന്നെയാണ് മേളിലേക്ക് വരുന്നത്. മേളത്തെ നിലയിലും സെയിം റൂം തന്നെയാണ് വരുന്നത്, ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമേ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു ബാത്റൂം നമ്മൾ കോൺ ബാത്റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. താഴത്തെ ഒരു റൂമിന് അറ്റാച്ച് ഇല്ല, കുറവാണ്. ബാക്കി മേളിലെ 2 നിലയ്ക്കും അറ്റാച്ച് ചെയ്തേക്കാം. ഇനി നമുക്ക് മേളത്തെ ഇത് മൊത്തം വെൽഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ചേട്ടച്ചാരുണ്ടായിരുന്നു, പുള്ളിയാണ് ചെയ്ത് തന്നേക്കുന്നത്. ബാക്കി ഡിസൈൻ ഒക്കെ നമ്മുടെ ഐഡിയ തന്നെയാണ് മൊത്തം കാര്യങ്ങൾ പോയേക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഇതിന്റെ കണക്കും കാര്യങ്ങളും അറിയത്തില്ല. അത് മാത്രം നമ്മൾ എഞ്ചിനീയറിംഗ് രീതിയിൽ അവരോട് ചെയ്യിപ്പിച്ചു. ബാക്കി ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നമ്മുടെ ഐഡിയ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. നമുക്ക് മുകളിലേക്കിലാണ്. അപ്പൊ ഈ സൈഡ് നമ്മൾ ഈ ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് പോയിട്ട് ഇതും ആ സെയിം കുട്ടിയുടെ ഇതിൽ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് മാറി പോയേക്കുന്നത്. ലൈറ്റ് നമ്മൾ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഇരാറ്റുപേട്ടയിൽ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. പേര് ഞാൻ വിട്ടുപോയി. ലൈറ്റ് അവിടെ നിന്നാണ് മേടിച്ചേക്കുന്നത്. അല്ല, ഇത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തില്ലായിരുന്നു. ഇത് നമുക്ക് ഇവിടെ ഒരു ഇടം വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഇതിന്റെ കോണിപ്പിച്ചായിരുന്നു ഇതിന്റെ വരുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു ആദ്യം ഡ്രോയിങ്ങിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ നമുക്കൊരു സ്റ്റൈലായിട്ട് ഇങ്ങനെ കിട്ടണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്താണ്. അപ്പൊ ഇവിടെ കുറച്ച് ഇടം വന്നപ്പോഴത്തേക്കും നമ്മളത് പിന്നെ പ്ലാൻ ചെയ്തപ്പോഴാണ് ലൈബ്രറി യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ട് എടുക്കാൻ കരുതി നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് സെയിം താഴത്തെ അതേ റൂമിന്റെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ തന്നെ ഉരുപ്പിൽ തന്നെ മേളിലേക്ക് ഇങ്ങോട്ട് കയറിയാണ്. അപ്പൊ അതേ ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട്. കളർ സെയിം തന്നെ, താഴത്തെ സെയിം കളർ തന്നെ മേളിലെ കൊടുത്തുന്നേ ഉള്ളൂ. പക്ഷെ മറ്റേ റൂമിന് വേറെ കളറാണ്. അത് നമ്മൾ എടുത്ത് ചെയ്യിപ്പിച്ചാണ്. അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ചെയ്ത് തന്നെ രാകേഷ് എന്ന് പറഞ്ഞില്ല, പുള്ളി തന്നെ നമുക്ക് ചെയ്ത് തന്നേക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് സെപ്പറേറ്റ് നമ്മൾ ഒട്ടിച്ചേക്കുന്നല്ല, ഇത് ഇങ്ങനെ തന്നെ സാധനം കിട്ടും. നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ പാലായിൽ നിന്ന് മേടിച്ച് അപ്പൊ നമുക്ക് കുറച്ച് ലാഭമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇതിത്തെ ഒട്ടിക്കേണ്ടി വരും. ഇതിപ്പോ ഒട്ടിക്കേണ്ടി വന്നില്ല. ഈ ഒരു ഡിസൈനിൽ തന്നെ സാധനം കിട്ടി. നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പൊ ഇത് അല്ലാതെ വരുന്ന ഇത് ഒരു ചെറിയ റൂമാണ്. മറ്റേ കോമൺ റൂമിന് ഇതായിട്ടാണ് കൊച്ചിന് ഇതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്.
ഇതിന്റെ കളർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഗ്രീൻ ഇത് കൊടുത്തേക്കാണ്. അതിന്റെ ഡിസൈൻ വേറെ ആയിട്ട് കൊച്ചിന്റെ റൂമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അതെ. ബാൽക്കണി ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു. ഇത് പിന്നെ നമ്മൾ കുറച്ച് വലുതാക്കി എടുത്തു. നമുക്ക് കുറച്ച് ഒരു ഊഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് മൊത്തം ആയിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു ഊഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് ഇടയും കൂടെ നമ്മൾ കൂടുതൽ ഇട്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ചേട്ടച്ചാറുടെ വർക്കാണ്. പുള്ളിയാണ് ഇത് ചെയ്തേക്കുന്നത്. ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം പുള്ളിയാണ് ചെയ്തത്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും തന്നെ ഫ്രണ്ട്സും ചേട്ടന്മാരും ഒക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വയറിംഗ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ചെയ്തത്. ഫ്രണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പുള്ളി അത്യാവശ്യം നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തതാണ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുത്തേക്കുന്ന റൂം. എക്സ്ട്രാ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1600 സ്ക്വയർ ഫീറ്റ് ഉള്ളായിരുന്നു ആദ്യം പ്ലാന്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി 1930 സ്ക്വയർ ഫീറ്റ്. അത് ഈ റൂം എക്സ്ട്രാ വന്നതിന്റെ. അപ്പൊ ഇതൊരു ഇവിടെ നമ്മൾ വാള ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മെഡിസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്തേക്കുന്ന റൂമാണ്. അപ്പൊ ഇവിടെ കുറച്ച് സ്റ്റോറേജും കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അലമാരയുടെ ആണെങ്കിലും സ്റ്റോറേജും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഇത്. ഇവിടെ ഇതിന് ബാൽക്കണി എന്നല്ല, ഇത് ആക്ച്വലി നമുക്ക് ഇതിന്റെ ടെറസിലേക്ക് കയറാൻ വേറെ ഇതില്ലായിരുന്നു. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇതായിട്ട് ബാൽക്കണി പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. ബാൽക്കണി ആയിട്ട് കൂട്ടണ്ട. ഒന്നാ ബാൽക്കണി ആയിട്ട് കൂട്ടുകയും വേണം ചെയ്യാൻ. നമുക്ക് ഇവിടെ കുറച്ച് ഇടയുണ്ട്. അപ്പൊ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഇതാണ് സ്പേസ് പോലെ. അതെ അത് നമ്മൾ മെറ്റൽ വാൾ ഇട്ടാം. പക്ഷെ നമ്മൾ മേടിച്ചല്ല, ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് കിട്ടിയപ്പോ പിന്നെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നുള്ളൂ. നല്ല സ്ഥലം നോക്കി കൊള്ളാന്ന് തോന്നി അങ്ങനെ പ്ലേസ് ചെയ്തത്. കാരണം ഈ ലൈറ്റിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അതിന്റെ ആംബിയൻസ് നല്ല രസമായിരിക്കും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ബാക്കി ഇവിടുത്തെ നമ്മൾ ഈ ചെടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ബാക്കിയെല്ലാം ആദ്യം ഇവിടെ ഇതിനകത്തില്ലായിരുന്നു. ആക്ച്വലി നമ്മുടെ എഞ്ചിനീയറിംഗ്, അതായത് നമുക്ക് എഞ്ചിനീയർ തന്നതിനകത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു. നമ്മളായിട്ടൊരു പർവോള അതിന് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ്. പർവോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ചേട്ടാ പുറത്ത് കുറച്ച് ബ്രിക്കുകൾ കിടക്കുന്നുണ്ടായിരുന്നു, അതാണോ ഇതിന് യൂസ് ചെയ്തത്? നമ്മളത് ആക്ച്വലി അത് എംബ്രിക്ക് എന്ന് പറയും. ആ സാധനമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാരണം വെച്ചാൽ അതൊരു മൺകട്ടയുടെ ഇതായിട്ട് മിക്സ് ആയിട്ട് വരുന്ന സംഭവമാണ്. അത് വെട്ടുകല്ലിന്റെ മിക്സും സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കട്ടയാണ് എംബ്രിക്ക് എന്ന് പറയും. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചൂട് ഇതിനകത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കുറച്ച് ചൂട് കുറവുണ്ട്. നോർമൽ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ചൂട് കുറയുന്നുണ്ട്. കോസ്റ്റും കുറവാണ്. ആക്ച്വലി കോസ്റ്റ് കുറവാണ്. നല്ല രീതി വ്യത്യാസമുണ്ട്. കട്ടയ്ക്ക് ഇച്ചിരി വില കുറവാണ്. നോർമൽ നമ്മൾ കട്ട മേടിക്കുന്നതിനെക്കാട്ടും ഒരു കട്ടയ്ക്ക് വില 36 രൂപ 37 രൂപ ഉള്ളായിരുന്നു ആർക്കെട്ട് കട്ടയ്ക്ക്. എനിക്ക് തോന്നുന്നു അത് സിമെന്റ് കട്ടയ്ക്ക് ആകുമ്പോഴത്തേക്കും ഏകദേശം അതിന്റെ കുറച്ചും കൂടെ കൂടുതൽ വരുന്നുണ്ട്. ഒരു 50 രൂപ റേഞ്ച് അടുത്ത് വരുന്നുണ്ട്. 50 സംതിങ്ങോ അങ്ങനെ 50 രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. കറക്റ്റ് എക്സാക്ട് അറിയത്തില്ല. ഇച്ചിരി കൂടുതൽ, എന്തായാലും ഇതിനെക്കാട്ടും കൂടുതൽ. കോസ്റ്റ് ആക്ച്വലി നമ്മളത് മൊത്തം കൂട്ടിയിട്ടില്ല. ആക്ച്വലി നോക്കി വരണം. കാരണം എന്തായാലും നമ്മൾ എല്ലാം ഫ്രണ്ട്സ് ചെയ്തതുകൊണ്ടും നമ്മുടെ സ്വന്തം ഐഡിയ കൊണ്ടും അത്യാവശ്യം കുറഞ്ഞ. നോർമലി ഇപ്പൊ ഈ വീടിന് വരുമ്പോൾ ഇത്ര പുറത്ത് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു 50 lakhന് മേളിൽ. പക്ഷെ നമുക്കത് അത്ര ആയിട്ടില്ല. നമുക്ക് അതിന് താഴെയാണ് നന്നായിരിക്കുന്നത്. അത് നമ്മുടെ എക്സാക്ട് ഇപ്പൊ ഒന്ന് കറക്റ്റ് കൂട്ടിയേക്ക് പറയണം. പക്ഷെ നമുക്ക് അങ്ങനെ എക്സാക്ട് ആയിട്ട് ഇതല്ല. പക്ഷെ എന്തായാലും നോർമലി വരുന്നേക്കാട്ട് കുറവാണ് നമുക്ക് വന്നേക്കുന്നത്. നമ്മളെല്ലാം എടുത്ത് സെപ്പറേറ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് നോർമലി വരുന്നേക്കാട്ട് എന്നാണ് കുറവാണ് കോസ്റ്റ് വന്നത്. നമ്മൾ തന്നെയാണ് ഇതിനകത്തെല്ലാം മുൻകൈ എടുത്ത് ഇത് എങ്ങനെയാ ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് ഇത്ര കുറയ്ക്കാം, ഇങ്ങനെ ചെയ്യാന്ന് വെച്ചോട്ടെ. അപ്പൊ നമ്മൾ പുറത്ത് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ കോസ്റ്റ് പോകും. അപ്പൊ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്തേക്കുന്ന. അത് ആക്ച്വലി നമ്മുടെ മോന്റെയാണ്. അവന്റെ ആദ്യത്തെ മാസം തൊട്ട് 1 വയസ്സാവുന്നത്, അതായത് 12ാമത്തെ മാസം വരെയുള്ള ഫുട് പ്രിന്റ് നമ്മൾ എടുത്ത് ഫ്രെയിം ചെയ്തേക്കുന്നതാണ്. അവൻ ഉണ്ടായപ്പോ തൊട്ടുള്ള ഓരോ മാസത്തെയും ഫുട് പ്രിന്റ് ആണ്. ചേട്ടാ ഞങ്ങൾ കയറി വന്നപ്പോ ലിവിംഗ് റൂമില് അത്യാവശ്യം ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ടി വി യൂണിറ്റ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം വേറെ പ്ലാൻ ആയിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന ആളോട് നമ്മൾ പറഞ്ഞു, എടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം, കുറച്ച് സാധനങ്ങൾ മാറ്റി ചെയ്യാം. അപ്പൊ അവന്റെ ഐഡിയയും കൂടെ പറഞ്ഞു.
അങ്ങനെ അവന്റെ ഐഡിയ എന്റെ ഐഡിയയും കൂടെ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇത്. അപ്പൊ ഇതൊരു പീസ് ഇങ്ങനെ വരുന്ന ഒരു പീസിന് 700 ആ റേഞ്ച് വരുന്നതാണ്. അത്യാവശ്യം ഇതുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മളൊരു 5-6 പീസ് മേടിച്ച് ചെയ്തെടുക്കാം. ഇത് ഒറ്റ പീസല്ല. ഇത് ഈ ഒരു ഇത്രേ വരുന്നുള്ളൂ. ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളേ വരുന്നുള്ളൂ, ഇത്രയും വീതി വരുന്നു. ബാക്കി ഇങ്ങനെ 1, 2, 3 ബാക്കി പീസുകൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതായിട്ട്. പിന്നെ അവരുടെ ഡിസൈൻ ചെയ്ത് തന്നെ. അപ്പം ഇത് ഇങ്ങനെ ഇവിടെ ഇതൊന്നും ആദ്യം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതാക്കി എടുക്കാൻ ചെയ്തു തരാമെന്ന് അവരോട് ചോദിച്ചപ്പം പിന്നെ അവർ ചെയ്തു തന്നതാണ്. അത് ആക്ച്വലി ഇത് വരേണ്ടത് നമുക്ക് തടിയെ വരേണ്ട സാധനമാണ്. ഈ പറവോള തടിയുടെ അല്ലെങ്കിൽ ഇതായിട്ട് ചെയ്യേണ്ട സാധനമായിരുന്നു. പക്ഷെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്താണ്. നമ്മുടെ ഐഡിയയിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ പണി തീരാറായപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഐഡിയ പറഞ്ഞു അങ്ങനെ ചെയ്തെടുത്ത് സാധനമാണ്. ഡോർ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ വരുന്നത് ഡബിൾ ഡോർ ആണ്. ഈ സെയിം ഡിസൈൻ തന്നെയാണ് മേളിലും, പക്ഷെ അത് സിംഗിൾ ഡോർ ആണ്. അപ്പൊ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് ആ ഡോറൊക്കെ ചെയ്യിപ്പിച്ചേക്കണം. അത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മേളിലേക്ക് നമ്മൾ സിംഗിൾ ഡോർ ആക്കിയതാണ്. കാരണം ഡബിൾ ഡോർ വരുമ്പോൾ കോസ്റ്റ് ഇച്ചിരി കൂടെ കൂടുന്നുണ്ട്, പണിക്കൂലിയായിട്ട് കൂടും. മനസ്സിലായില്ലേ? പണിക്കൂലി കൂടും. ഇപ്പൊ സിംഗിൾ ഡോർ ആകുമ്പോഴത്തേക്കും അത്രയും വിഷയം വരുന്നില്ല. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചേക്കുന്നതാണ്. നമ്മൾ മേടിച്ച ഡോറുകളാണ് അതൊക്കെ ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ അടുക്കളയില് നമുക്ക് കിച്ചൺ ഭാഗത്തേക്ക് പോയാൽ പോലും നമ്മളെല്ലാം ചെയ്തേക്കുന്ന ആ റേഞ്ച് തന്നെയാണ് കിച്ചൺ ഭാഗത്തേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഈ സ്റ്റോറേജ് നമ്മളിങ്ങനെ ഇതൊന്നും പ്ലാനിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല. ഇത് നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റോറേജ് ആക്കി എടുക്കാം എന്ന രീതിയിൽ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത്, കാരണം എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും സ്പേസ് ഇതിനടിയിലേക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ സ്പേസ് എന്നാണ് ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യത്തിൽ നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തെടുത്ത സാധനമാണ് ബാക്കി വരുന്നത്. ഇപ്പൊ അടുക്കളയുടെ ആണെങ്കിൽ ഈ ഡിസൈൻ മൊത്തം നമ്മളായിട്ട് അല്ലാതെ ചെയ്തെടുത്തത്. ഇത് ഡിസൈന്, അതായത് നമുക്ക് എഞ്ചിനീയർ തന്ന ഇതിൽ രണ്ട് പാർട്ടായിരുന്നു. ഇത് 2 ഇതായിട്ട് വരുമായിരുന്നു. അപ്പം ഇത് ഓപ്പൺ കിച്ചൺ പോലെ പിന്നെ നമ്മൾ ഒരു ഡിവിഷൻ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയായിരുന്നു. അതെ, എല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ മൊത്തം നമ്മളെ അവര് തന്നെ ചെയ്തെടുക്കും. അതാണ് വയറിങ് നമുക്ക് അവിനാഷ് എന്ന് പറയും, പുള്ളിയാണ് ചെയ്തേക്കുന്നത്. അവിനാഷ് മൊത്തം ചെയ്തിട്ടുണ്ട്. പെയിന്റിങ് നമുക്ക് ചെയ്യുന്നത് ജിതിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് മൊത്തം ചെയ്തേക്കുന്നത്. സ്പേസ് അനുസരിച്ച് കൊടുത്തേക്കുന്നതാണ്. അതിപ്പോ നമുക്ക് അവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആ റേഞ്ചിൽ ചെയ്തു. അപ്പൊ അവർ ചെയ്ത് നമുക്ക് ഇന്ത്യയിൽ ചെയ്ത് തന്നേക്കുന്നതാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് രീതിയിലാണ് അവർ ചെയ്തത്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്ത് തന്നേക്കുന്നത്. ഇപ്പം ബാക്കിയെല്ലാം ഇതിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഡ്രോയിൽസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അവർ മൊത്തം നമുക്ക് ചെയ്ത് തന്നേക്കുന്നത്. എന്തായാലും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. അതെ, ഇതൊന്നും നമുക്ക് പ്ലാനിൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഐഡിയയിൽ വന്ന് നമ്മൾ ചെയ്ത സാധനങ്ങളായിരുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത സാധനങ്ങളല്ല. നമ്മൾ ഇതിന്റെ ഡിസൈൻ മാത്രമേ ഒരു ഇതായിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്ത്യയിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വരാം. ഓരോ രീതി ചെയ്ത് ഓരോ സ്റ്റേജിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ അപ്പോഴത്തെ പ്ലാനിലല്ല. നമ്മൾ അപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് എത്ര സ്ക്വയർ ഫീറ്റ്, അതിനുള്ളിൽ എത്ര നിൽക്കാൻ പറ്റും, ബാക്കി നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന രീതിയിലായിരുന്നു. അല്ല, ഇത് നമ്മൾ ഓൺലൈൻ മേടിച്ചതാണ്. നമുക്ക് ഇതിനെ പറ്റിയ കിച്ചണ് പറ്റിയ കുറച്ച് സാധനം നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട് നമ്മൾ ഓൺലൈൻ മേടിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്ത് വെച്ചാൽ അല്ല, ഇത് മേടിച്ചല്ല. ഇത് അവളുടെ എന്റെ വൈഫിന്റെ അനിയത്തി ചെയ്ത് തന്നേക്കുന്നതാണ്. അവള് ചെയ്തു തന്ന കുറച്ച് അവളുടെ ആർട്ട് വർക്കുകൾ കാര്യം. ഇതിനകത്ത് നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലായിരുന്നു, അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ആ വൈഫിന് അത്യാവശ്യം ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കേസുകളാണ്. പുള്ളിക്കാരി ചെയ്തു തന്നത്. അത് നമ്മൾ വുഡ് അനുസരിച്ച് വേറെ നല്ല നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ വുഡിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡിസൈൻ തന്നെ കണ്ടിന്യൂറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്കിപ്പം കിച്ചന്റെ ഈ കിച്ചന്റെ ഇത് വരുവാണെങ്കിൽ നമുക്ക് ലേഡീസിന് വർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം തൊട്ടടുത്ത് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തേക്കുന്നതാണ് ഇത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സാധനങ്ങൾ അടുത്ത് തന്നെ കിട്ടും. നമുക്കൊന്ന് ദൂരത്തേക്ക് ചെറിയ സ്പേസിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളൊരു ഇതിലാണ് നമ്മൾ മാക്സിമം ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതെ, ഇത് നമ്മൾ മേടിച്ചാണോ നമ്മൾ അതിന്റെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം ഇതിങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളേ ഇല്ലായിരുന്നു ഇവിടെ. ഇതൊരു ഭിത്തിയായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണതാണ്. ആ ഒരു ഡിവിഷൻ പാർട്ടീഷൻ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആക്കി നമ്മൾ എടുത്തേക്കുന്നതാണ്. ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്
ചെറിയ സ്പേസിൽ ചെറിയ സ്പേസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അതെ അതെ അതെ. ഇത് വരുന്നത് 3-5 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ആ മുഴുപ്പേ ഉള്ളൂ. പക്ഷെ എന്നാ 5 പേർക്ക് ഇരിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ചെറിയ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ കസാര അടക്കം അങ്ങനെ ആ സ്പേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അത് നമ്മൾ ചെയ്തതാണോ അതോ? ഇത് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞ വൈഫിന് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതാണ്. അപ്പൊ പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് അതൊക്കെ. ഇതല്ല കേട്ടോ, അത് പുള്ളിക്കാരി ഉണ്ടാക്കിയേക്കുന്നതാണ്. ആ സാധനങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ പാർട്ടീഷൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചേക്കുന്നതാണ്, കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഓരോ പീസായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് സെപ്പറേറ്റ് നമ്മൾ മേടിച്ചിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. നമ്മൾ ഓരോ സാധനങ്ങൾ പൂവൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ച്, ഫ്ലവർ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ട് അത് നമ്മൾ ഓരോന്ന് ഫിറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഈ നെറ്റിപ്പട്ട അടക്കം നമ്മൾ ചെയ്തേക്കുന്നതാണ്. നമ്മൾ തന്നെ ചെയ്ത വർക്കാണ്. അത് ചേച്ചി എന്ന് പറഞ്ഞാൽ വൈഫും വൈഫിന്റെ അനിയത്തിയും കൂടെ രണ്ടുപേർക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളെല്ലാം താല്പര്യമുള്ളവരാണ്. അപ്പം രണ്ടുപേരും കൂടെ ചെയ്തേക്കുന്ന കേസാണ്. ഓൾമോസ്റ്റ് അവർ രണ്ടുപേരും കൂടെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇത് നമ്മൾ ഓൺലൈൻ മേടിച്ചേക്കുന്നതാണ്. ഇത് രണ്ടും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ഒരു ഇതാണ്. ബുദ്ധന്റെ നമുക്കൊരു ഇത് കിട്ടിയേക്കുന്ന സ്റ്റാച്ചു കിട്ടിയേക്കുന്ന നല്ല ഇതാണ്. ബാക്കി നമ്മൾ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ മേടിച്ച ഇത് രണ്ടും നല്ല ബോക്സ് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട്. നല്ല സ്മെല്ലല്ലേ നമുക്ക് അങ്ങനെ കിട്ടിയേക്കുന്നത്. ഇതിന്റെ സ്മെല്ല് ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കും ഇതിനകത്ത്. ആ സ്മെല്ല് അങ്ങനെ പോകത്തില്ല. ആ സ്മെല്ല് അതിനകത്ത് തന്നെ അതെ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത്. കളർ തീം തന്നെയാണോ ഈ സോഫയും? നമ്മള് അതിന്റെ കളർ തീം ആദ്യമേ ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഗ്രേ നമുക്ക് നല്ല താല്പര്യമുള്ള കളറാണ്. അപ്പൊ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ സോഫയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഈ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു സാധനങ്ങൾക്ക് ഒരുപാട് അത് നമ്മുടെ ഒരു ഐഡിയയില് നമുക്ക് ആദ്യമേ പ്ലാൻ ഉണ്ടാകും. നമ്മുടെ വീട് പണിയാൻ പോവാന്നുള്ള പ്ലാനിന്റെ അന്നേരം നമ്മൾ കുറെ ഓൺലൈൻ തന്നെ കുറെ സാധനങ്ങൾ നമ്മൾ കണ്ടുവച്ചിരുന്നു, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ ടൈം ആകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ച് നമുക്ക് അന്നേ താല്പര്യം അതെ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് കറക്റ്റ് നമുക്ക് സ്പേസ് നമ്മൾ നോക്കി കറക്റ്റ് സെറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് അതെങ്കിലും പർച്ചേസ് ചെയ്തു. നമുക്ക് കറക്റ്റ് സാധനങ്ങൾ ആ ടൈമിൽ തന്നെ കിട്ടി. നമുക്ക് നേരത്തെ നോക്കി വെച്ചിരുന്നത് കൊണ്ട് കിട്ടിയത്. അതൊന്നും കറക്റ്റ് ടൈമിൽ പോയി പർച്ചേസ് ചെയ്തതല്ല. നമ്മൾ നേരത്തെ നോക്കി വെച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് മേടിച്ച് വെക്കണം, ഇങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിർമ്മലയുടെ സ്വപ്ന വീടിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഒരു ഡ്രീം ഹോമാണ്, അവരുടെ ഒരു ഡ്രീം ഹോമാണിത്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീടും വെച്ച് നോക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിർമ്മലയുടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങളുടെയെല്ലാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.